ആവശ്യമില്ലാത്ത കണ്ടന്റ് ഇടുന്ന പോലെ എൻ്റെ എന്തൊക്കെ സമയം എൻ്റെ മക്കളെ കാര്യം നോക്കിയിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡ് കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ എനിക്കൊരു പണിയില്ലാതെ ചുമ്മാ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ കഥാപ്രസംഗം പറയുന്നത് അല്ലാതെ മനസ്സിലാക്കണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമുക്ക് കുറച്ച് നേരം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റേ ഉപ്പുമുളക് ലൈറ്റിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ആരും കമൻറ്റ് അയക്കാറില്ല, നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം അതിനകത്തൊരു കമൻറ്റ് വന്നത് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അതിൽ പിടിച്ച് കയറാൻ നിൽക്കുക, 4, 3, 7 സബ്സ്ക്രൈബേഴ്സേ ഉള്ളെങ്കിൽ പോലും നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്തുകൂടായിരുന്നു പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നു കേട്ടോ. അപ്പം ഞാൻ ആ കമൻറ്റിനെ കുറിച്ച് പറയാനൊന്നും വന്നതല്ല, പക്ഷേ ആ കമൻറ്റ് ആ കുട്ടി ഇങ്ങനെ കമൻറ്റ് ഇട്ടപ്പം അതിൻ്റെ മറുപടിയായിട്ട് ഞാൻ വേറെ റിപ്ലൈ കൊടുത്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് എഴുതിയിട്ടാണ് ഞാൻ റിപ്ലൈ കൊടുത്ത്. അതിന് റിപ്ലൈ ആയിട്ട് ആ കുട്ടി തന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഫാമിലി ഇഷ്യൂ അതിനകത്ത് എന്താ നടന്നതെന്നോ അങ്ങനെ ആയിരുന്നെന്നോ ഇങ്ങനെ ആയിരുന്നെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണാം. ഞാനാണെങ്കിൽ ഈ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന് കൊടുക്കരുതെന്ന് മാത്രമേ ഞാൻ ആ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളും അത് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും കാണാതെ ആ കുട്ടി വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ ഈ തുടങ്ങിയ യൂട്യൂബേഴ്സ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറേ 2, 3, 4 കമൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു. പിന്നെ ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഞാൻ തന്നെ നിർത്തിയേക്കാന്ന് വിചാരിച്ച് നിർത്തി. പിന്നെ നിർത്തിയേക്കാന്ന് വിചാരിച്ചത് തോറ്റു കൊടുക്കുക അല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ആ കുട്ടി അങ്ങനെ കമൻറ്റ് ചെയ്തതിനുള്ള മറുപടി എല്ലാം എന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തു കേട്ടോ. കാരണം അതിങ്ങനെ ഞാൻ മറുപടി കൊടുക്കുന്നതിനനുസരിച്ച് അത് റിപ്ലൈ തരുന്നുണ്ടായിരുന്നു. ആ ഒരു റിപ്ലൈക്ക് അത് പറയുന്നുണ്ട്, എനിക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് പൈസ ഉണ്ടാക്കേണ്ട അത്രയും ഗതികേട് എനിക്ക് ഗതികേടില്ല എന്ന് വെച്ചാൽ എനിക്ക് നല്ല ജോലിയുണ്ട്, അതുകൊണ്ട് എനിക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും പറയുന്നുണ്ട്, താൻ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഞാനും അക്കൗണ്ടൻ്റ് ആയിരുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ച് താൻ എന്നെ പഠിപ്പിക്കേണ്ട ഞാൻ അതൊക്കെ പറയുന്നുണ്ട്. എന്തായിക്കോട്ടെ, ഈ കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. എന്നുവെച്ചാൽ ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ PG വരെ പഠിച്ചിട്ടുണ്ട്. PG പഠിച്ചിറങ്ങി സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയ ആ സമയത്ത് അറിയാമല്ലോ, കുറച്ച് പ്രൊസീജിയേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. PG പഠിച്ചിറങ്ങി എക്സാമും കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ഗ്യാപ്പിനകത്ത് ഞാൻ ജോലിക്ക് കയറിയ ആളാണ് ഞാൻ കേട്ടോ. അപ്പം വലിയ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പോലും എനിക്കാണെങ്കിൽ ആഗ്രഹമായിരുന്നു കുറച്ച് നാൾ ജോലി ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്തും പിന്നെ കുറച്ച് അല്ലാത്ത കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ ഞാൻ എന്തെങ്കിലും സക്സസ് ആവുകയാണെങ്കിൽ ഞാനൊരു അതിനെക്കുറിച്ച് സ്റ്റോറി തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ജോലിക്ക് ഒറ്റ ഒരാഴ്ച എക്സാം കഴിഞ്ഞ് ഒരാഴ്ച ഞാൻ വീട്ടിൽ ഇരുന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും ജോലിക്ക് കയറി. എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ജോലി ചെയ്ത് ശമ്പളം സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ള കാര്യവും ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയും വിഷമമാട്ടോ ആദ്യമേ വന്നത്. ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടാട്ടോ ജോലിക്ക് പോയത്. ഞാൻ ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ കൊറോണയുടെ വിഷയം വന്നു. കൊറോണ വിഷയം കാരണമല്ല, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചു. അതിനിടെ കുറച്ച് ഇഷ്യൂസ് ആക്കി. ആ സമയത്ത് കൊറോണ വന്നു. അപ്പം വീണ്ടും 1 വർഷത്തോളം വീട്ടിലിരിക്കേണ്ടി വന്നു. പിന്നെ ആ 1 വർഷത്തിനുള്ളിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ കരുതി അവിടെ ചെന്നിട്ട് എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടെ അങ്ങോട്ട് ചെല്ലുന്നത്. പിന്നെ എന്തായാലും PSC എഴുതാമെന്ന് പറഞ്ഞ് PSC പഠിച്ചു. PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. ആദ്യത്തെ മോളെ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ കരുതി ഇനി 1 വർഷം കഴിഞ്ഞിട്ട് മോൾക്ക് 1 വയസ്സാവട്ടെ, 1 വയസ്സായിട്ട് ജോലിക്ക് പോകുന്ന കരുതിയിട്ട് ഇരുന്നപ്പോഴാണ് രണ്ടാമത് അത് അപ്രതീക്ഷിതമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നത് കേട്ടോ, 2ാം മോനെ. അത് ഞാൻ സെക്കൻഡ് ഡെലിവറി സ്റ്റോറിക്ക് അത് പറയുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ജോലിക്ക് പോകണം എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ആ സമയത്താട്ടോ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം അങ്ങനെ ആയി. അപ്പം പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ശരിക്കും ആഗ്രഹം ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ കേട്ടോ. ഞാൻ ശരിക്കും ഇങ്ങോട്ട് വരുന്നപ്പോഴേ ഇവിടുത്തെ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു 2 പേരെയും കൂടെ ഏൽപ്പിച്ച് തരാം. പക്ഷേ അമ്മയ്ക്ക് 2 പേരെയും കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ബോധം എനിക്കുണ്ട്. കാരണം എനിക്ക് തന്നെ പറ്റുന്നില്ല എൻ്റെ 2 മക്കളെയും കൂടെ മാനേജ് ചെയ്യാൻ. അപ്പം പിന്നെ ഈ ചെറിയ മക്കളെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് നടക്കാത്ത സംഭവമാണല്ലോ ശരിക്കും. പക്ഷെ എനിക്ക് ഞാൻ ഇത്രയും പഠിച്ചതല്ലേ, ഞാൻ PG വരെ പഠിച്ചതാണ്. എൻ്റെ
അച്ഛൻ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിപ്പിച്ച്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, പോകണം എന്ന് തന്നെ ആഗ്രഹം. ഇപ്പോഴേ അത് പറയുമ്പം സങ്കടം വരും കേട്ടോ. കാരണം നമ്മൾ അത്രയും പഠിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മൾ ഇരുന്ന് പോകുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലപോലെ അറിയാം. ഒന്നാമത് എന്നെപ്പോലെ വീട്ടിലിരിക്കാത്ത ഒരാൾക്ക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിത്തം കഴിഞ്ഞ് ഒരാഴ്ചക്കകം ജോലിക്ക് കയറി. 1 വർഷത്തോളം ജോലി ചെയ്തു. പിന്നെ 1 വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ്റെ പീരീഡ് ആയിരുന്നു കേട്ടോ. കൊറോണയുടെ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര, ആരും അറിയത്തില്ലെങ്കിലും ദൈവത്തിനും എൻ്റെ ഏട്ടനും അറിയാവുന്ന കാര്യമാണ്. അപ്പം എന്താ ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ ആയിരുന്നു. അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കണക്ഷനായിട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഭയങ്കര കണക്ഷനായി പോകും എനിക്ക്. ആ കുട്ടി പറഞ്ഞതിന് അത് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം എന്നും പറഞ്ഞ് ഗതികെട്ടവർ മാത്രമല്ല കേട്ടോ യൂട്യൂബ് തുടങ്ങുന്നവർ. പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും യൂട്യൂബ് തുടങ്ങുന്നത്. എല്ലാവരും പറയൂ ഞാൻ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഞാൻ ടൈം പാസിന് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് തുടങ്ങുന്നതെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അതിനകത്ത് എത്ര വാസ്തവം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ എനിക്ക് വരുമാനം കിട്ടും, ഞാൻ എന്നും വീഡിയോ ഇട്ടാൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ റീച്ച് കയറി കഴിഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ ഞാൻ ഒരു യൂട്യൂബ് എന്നുള്ള സംഭവം തുടങ്ങിയേക്കുന്നത്. പിന്നെ അതിനുള്ള ആഡംബരമായിട്ടുള്ള സംഭവങ്ങളുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. പിന്നെ ആ കുട്ടി പറഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് എന്തല്ലേ, ഇപ്പം എത്ര ചാനൽ എടുത്ത് നോക്കി എത്ര ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നവരാ ഈ മേളിൽ കയറുന്നത്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരൊക്കെ കയറുന്നതിൻ്റെ പാതി പോലും ഈ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നവർ കയറുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടി കാണുമോ? ആ കൊച്ച് കാണുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് തന്നെ. അതുകൊണ്ടാണല്ലോ ഇതിനകത്ത് വന്ന് കമൻറ്റ് ചെയ്തത്. ഇഷ്യൂസൊക്കെ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വന്ന് കമൻറ്റ് ചെയ്തത്. എന്നിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു താൻ ചെയ്യപ്പോൾ ഞാൻ കാണാമല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോ മോശമാണെങ്കിൽ താൻ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഞാൻ അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് പുറത്ത് മാത്രം ചെയ്തത്. കാരണം നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പം യൂട്യൂബേഴ്സിന് ഉണ്ടാവാതിരിക്കേണ്ട കാര്യം കേട്ടോ. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇനിയും ഞാനിങ്ങനെ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ. എനിക്ക് ഇനിയും കമൻറ്റുകൾ വരാം, ഇനിയും കാര്യങ്ങൾ വരാം. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഓരോ പാഠങ്ങൾ ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളതുകൊണ്ട് തന്നെ ആ കുട്ടിയോട് ഞാൻ സോറി ചോദിക്കുന്നത് കേട്ടോ. ഞാനങ്ങനെ ആ കുട്ടിക്ക് വിഷമാവുന്ന രീതിയും പറഞ്ഞോന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കോ കേട്ടോ. പെട്ടെന്ന് ഞാൻ റിയാക്ഷൻ ഇട്ടു എന്നല്ലാതെ വിഷമം ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പറയും, ആ കുട്ടി പറഞ്ഞപ്പം എനിക്ക് കുറച്ച് വിഷമമായി. ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവരോ അല്ലെങ്കിൽ പഠിപ്പില്ലാത്തവരോ ഒരു പണിയില്ലാത്തവർക്കോ മാത്രമുള്ളതല്ല യൂട്യൂബ് എന്നുള്ള കാര്യം ഈ കാണുന്നതെല്ലാം മനസ്സിലാക്കണം. നമ്മൾ ഞാൻ ഒരു കാര്യമില്ലാത്ത കണ്ടന്റ് ഇടുന്നത് പോലെ എൻ്റെ എന്തൊക്കെ സമയം എൻ്റെ മക്കളെ കാര്യം നോക്കിയിട്ട്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ ഹസ്ബൻഡ് കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ എനിക്കൊരു പണിയില്ലാതെ ചുമ്മാ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ കഥാപ്രസംഗം പറയുമൊന്നും അല്ലാന്ന് മനസ്സിലാക്കണം ഈ കാണുന്നവരെല്ലാവരും. കാണുന്നവർക്കൊക്കെ എളുപ്പം, ഓഹോ അവിടെ യൂട്യൂബ് തുടങ്ങി, ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ മതിയല്ലോ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നവർക്ക് എളുപ്പമാണ്. പക്ഷെ ഇത് സംഭവത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പം ഇതിനുള്ള നമ്മൾ സമയം മെനക്കെടണം, വീട്ടിലുള്ളവരെ ബോധ്യപ്പെടുത്തണം. നമ്മൾ ഈ അകത്തോട്ട് ഇച്ചിരി ഗ്രാമത്തിലോട്ടൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഈ ഫോണും കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എൻ്റെ അമ്മയ്ക്ക് തന്നെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ അമ്മ ഇവിടെ ജനലിൽ നോക്കുമായിരുന്നു ഇവളെന്താ ചെയ്യുന്നതെന്ന്. അവിടെയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവിടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ മുമ്പിൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തോണ്ട് നടക്കും. പക്ഷെ ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു മാസമാണല്ലോ അമ്മ കാണുന്നത് ഞാനിങ്ങനെ ഫോണും കൊണ്ട് നടക്കുന്നത്. അപ്പം അതിൻ്റേതായ ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴതൊന്ന് മാറി വരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒട്ടും ഗതിയില്ലാത്തവരും അല്ലെങ്കിൽ പണമില്ലാത്തവരും, പണത്തിന് വേണ്ടിയിട്ട് തന്നെ, വേറെ ഇതൊന്നുമില്ല, പണത്തിന് വേണ്ടിയിട്ട് തന്നെ. പക്ഷേ പണമില്ലാത്ത ഒട്ടും ദാരിദ്ര്യവാസികളാണെന്ന് വിചാരിക്കരുത് കേട്ടോ. യൂട്യൂബിനകത്ത് ഇരിക്കുന്നവരും യൂട്യൂബ് ചെയ്യുന്നവരും നമ്മൾ നല്ല യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ അവർക്ക് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നതിനേക്കാളും ശമ്പളം അവർക്ക് ഓരോ മാസം കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ അത്രയും ചെറുതാക്കി വിടേണ്ട കാര്യമൊന്നുമല്ല യൂട്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പോകുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇപ്പം എനിക്ക് ഇന്ന് പണത്തിന് ആവശ്യമില്ലെങ്കിൽ നാളെ എനിക്ക് എന്തായാലും പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ നല്ല മാർഗങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യും.
അല്ലാതെ അല്ലാതെ കാര്യങ്ങളൊന്നുമില്ല. കുട്ടിയോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ കുട്ടിയോടൊന്നല്ല, ഇങ്ങനെ വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും സ്ഥായിയായിട്ട് അല്ല സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാനൊരു ജോലി വാങ്ങിക്കുന്നിടം വരെ എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം വെച്ചിട്ട് എൻ്റെ മോളെ ഒന്ന് സ്കൂളിലോട്ട് എവിടെ സ്കൂളിൽ പ്ലേ സ്കൂളിലോ അങ്ങനെ അല്ലെങ്കിൽ LKGയിലോ എന്തെങ്കിലും വിട്ടിട്ട് എനിക്ക് ജോലിക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് അത് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലിക്ക് പോകുന്നത്. എനിക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാളും ഇഷ്ടം ജോലിക്ക് പോകുന്നത് തന്നെയാണ്. പിന്നെ 2 പേരെയാണ് നോക്കാൻ പറ്റത്തില്ല. ഒന്നാമത് മോക്ക് 2.25 വയസ്സും മോന് 1 വയസ്സും ആവുന്നതേ ഉള്ളൂ. അപ്പം ആ പ്രായത്തിലുള്ള പിള്ളേരെ വികൃതികളും കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. മക്കളുള്ള അമ്മമാർക്കെല്ലാം അറിയാവുന്നതാണ്. അല്ലെങ്കിൽ എന്താ ചേച്ചിയുടെ മക്കളെ കണ്ടു വളരുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാവുന്ന അതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പിന്നെ എന്തായാലും എൻ്റെ മോളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ ജോലിക്ക് പോകണോ വേണ്ട എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം എൻ്റെ ആഗ്രഹം അതന്നെ, ജോലിക്ക് പോകണം എന്ന് തന്നെ. അപ്പം പിന്നെ എന്താ ജോലിക്ക് പോയിട്ട് മാത്രമേ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് നമ്മൾ ഈ ചെയ്യുന്നത് ജോലി തന്നെയാണ്. പൈസ കിട്ടിത്തുടങ്ങിയാൽ മാസം പൈസ കിട്ടുന്നവർക്കെല്ലാം ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു ജോലി തന്നെയാണ്. അത് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അല്ല അവരോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ആ കുട്ടി പറഞ്ഞ പോലെ ഗതികെട്ടവരാണെന്ന് ഞാൻ പറയത്തില്ല എന്തായാലും. കാരണം ഞാനും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെങ്കിൽ എനിക്കതിലേ നല്ലത്. എൻ്റെ മക്കളുടെ കാര്യം നോക്കിയാൽ എൻ്റെ വീട്ടിലെ കാര്യം എനിക്ക് ഏകദേശം ഒന്ന് ആക്കി വെച്ചിട്ട് വേണമെങ്കിൽ യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ടാലും മതി. എന്ന് പറഞ്ഞിട്ട് അത് അത്ര സിമ്പിളാണെന്ന് ആരും വിചാരിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനമായിട്ട് ഇരിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നിയോണ്ട് മാത്രം പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.